നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 12 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി, 4-ാം പാദം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സാമ്പത്തികമായിട്ട് അധിക ചെലവ് വരുത്തുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ആസൂത്രണത്തിലുള്ള പാളിച്ചയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുടെ അസുഖങ്ങളോ അവശതയോ നിമിത്തം അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരുന്നത് പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൃത്യമായ ശമ്പളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടോ ചിലപ്പോൾ കാശ് കയ്യിൽ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അധിക ചിലവ് എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും അത് അനാമത്താകുന്നില്ല. പ്രയോജനപ്രദമായ ഒരു കാര്യത്തിനു വേണ്ടി പണം ചിലവഴിക്കുന്നു. ഉടനെ ലാഭം കിട്ടാത്ത കുറേ കാലത്തിനു വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം യാത്രയോ മറ്റു പ്രവർത്തനങ്ങളോ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ ചില അവശതകളിൽ കൂടെ നിൽക്കുന്നതിൻ്റെ ചില മനസ്സിൻ്റെ പ്രത്യേക അവസ്ഥയാണ് ഇന്ന് കൂടുതലായി അഭിമുഖീകരിക്കേണ്ട ഈ നക്ഷത്രക്കാർ. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ടമായ ദിവസമാണെന്ന്. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണത്തെ കൊടുക്കുന്നു. ഈ രാഹു 11-ൽ വന്നപ്പോൾ മുതൽ തന്നെ ഇടവം രാശിക്കാർക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ കിട്ടുന്നുണ്ട്. അൺകൺവെൻഷണലായ പ്രവൃത്തികളിലൂടെ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ചന്ദ്രൻ കൂടി വന്ന സ്ഥിതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിലൂടെ അവർക്ക് ധനം സമ്പാദിക്കാനുള്ളൊരു ദിവസമാണിന്ന്. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിനിണങ്ങിയ വ്യക്തികളെ കാണാൻ സാധിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം യാത്ര ഗുണകരമായിട്ട് വരുന്നു. പ്രവർത്തനത്തിൽ വിജയവും ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ് ഇന്ന് ഇടവം രാശിക്കാർക്ക്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. കർമ്മമേഖലയിൽ പുഷ്ടി ഉള്ള ഒരു ദിവസമാണിന്ന്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തൃപ്തി വരുന്ന ദിവസം. ചെയ്ത ജോലിക്ക് കൃത്യമായി പണം കിട്ടുന്ന ദിവസമാണിന്ന്. സാമ്പത്തികമായി ബന്ധപ്പെട്ട് ആശങ്കകളോ അങ്കലാപ്പുകളോ ഇല്ലാത്ത ദിവസമാണ്. പൊതുവെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ബന്ധുമിത്രാദികളുമൊത്ത് പുറത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. ഉപഹാരമായി വെളുത്ത വസ്തുക്കളോ വസ്ത്രമോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ ഇന്ന് സമ്മാനമായി കിട്ടാനുള്ള സാധ്യത കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയവും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുന്ന ദിവസം. പൊതുവെ ഗുണകരമാണ് മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ കാര്യം അടിസ്ഥാനപരമായിട്ട് തന്നെ എടുക്കണം. 9-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ശാരീരികമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ സംബന്ധമായും ദോഷമില്ല. എന്നാൽ പിതാവിന് നേരിയ തോതിലുള്ള അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനം രാശിയിൽ നിന്നും 6-ാം ഭാവാധിപത്യം സൂര്യന് വരുന്നതുകൊണ്ടാണ് പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ഉദര സംബന്ധമായോ അല്ലെങ്കിൽ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടോ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഇന്നത്തെ ദിവസം യാത്ര ചിലപ്പോൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അനുഗ്രഹം കാണുന്നു. അതുകൊണ്ട് ഭാഗികമായി ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. തടസ്സങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ മാനസികമായ വിഷമങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ത്രീ സാന്നിധ്യങ്ങളുമായി ബന്ധപ്പെട്ടോ വിഷമമുണ്ടാകാം. ചിലപ്പോൾ മാതാവിൻ്റെ അസുഖമാവാം, അല്ലെങ്കിൽ മകളുടെ അസുഖമാവാം. അതല്ലെങ്കിൽ വീട്ടിലെ സഖാവുമൊത്ത്, അതായത് ജീവിത പങ്കാളിയുമൊത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടതുകൊണ്ടാകാം. സഹോദരിക്കോ സുഹൃത്തിനോ ലേഡി സുഹൃത്തിനോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഈ നക്ഷത്രക്കാരെ വിഷമിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് പൊതുവെ സൂക്ഷിക്കുക. ഇന്നത്തെ ദിവസം യാത്ര മാറ്റിവെക്കുന്നതാണ് ഉചിതം. ഉദര സംബന്ധമായോ അരക്കെട്ട് സംബന്ധമായോ അവശതയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പൊതുവെ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം ചന്ദ്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ചും വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിലുള്ള, അതായത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അനുകൂലമായ വർത്തമാനം കേൾക്കാനിടയുണ്ട്. അതുപോലെ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്കും ഇന്ന് കാണാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കലഹത്തിനൊരു അവസാനം ഉണ്ടാവുകയോ ചെയ്യാം. എന്തായാലും മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഇന്ന് പങ്കുവയ്ക്കപ്പെടും. സാമ്പത്തികമായിട്ടും വളരെ ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിലും വിജയം, യാത്രയിൽ വിജയം.
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 6ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 6ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം ശത്രുത മാറ്റിയെടുക്കുമെന്നാണ് പറയുന്നത്. അതായത് പുതിയ ബിസിനസ്സോ പുതിയ പ്രവർത്തനങ്ങളോ ശത്രുവായി നിന്നവരോട് പോലും ഇണങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുപോലെ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടും ഇന്നൊരു മോചനമുണ്ട്. ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു മാറ്റമുണ്ടാകുന്ന ദിവസമാണ്. പൊതുവെ വ്യാധിയും ആധിയും മാറുന്ന ദിവസമാണ്. അതുകൊണ്ട് മനസ്സിന് സമാധാനം, സാമ്പത്തികമായ നേട്ടം, വായ്പ ലഭിക്കുന്നു. വായ്പ വാങ്ങിക്കൊണ്ടു പോയവർ തന്നെ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ധനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു ദ്രവ്യങ്ങളുടെ കാര്യത്തിലായാലും പൊതുവെ ഗുണകരം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവെ മറ്റു ഗുണങ്ങൾ ഉണ്ടെങ്കിലും 5ൽ വ്യാഴം സഞ്ചരിക്കുന്നു. ബാക്കി രാഹുവിൻ്റെ ദോഷവും ഒന്നും വലുതായിട്ട് വരുന്നില്ല. പക്ഷേ 4ൽ നിൽക്കുന്ന രാഹു കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം ഭാഗികമായി മാത്രമേ ഇന്നിവർക്ക് ഗുണത്തെ സമ്മാനിക്കുകയുള്ളൂ. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ത്വക്ക് സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി അസുഖമോ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് ദോഷം കാണുന്നില്ല. ഭാഗ്യമാണ് സാമ്പത്തിക സഹായത്തിന് ഇവരെ ഇന്ന് അനുഗ്രഹിക്കുന്നത്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ഉച്ചവരെ വളരെ ഗുണകമായിട്ട് കാണുന്നു. അതിനുശേഷം അതത്ര ദോഷമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ദീർഘദൂര യാത്രകൾ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ സമയവും എടുക്കുന്നൊരു യാത്രയാണെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതായിരിക്കും ഉചിതം. അതുപോലെ മാതാവുമൊത്തോ മാതാവിൻ്റെ സഹോദരന്മാരുമൊത്തോ യാത്ര ചെയ്യുന്നത് ഇന്നത്ര നല്ലതായി കാണുന്നില്ല. വളരെ സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമായിരിക്കണം ഇന്ന്. എടുത്തുചാടി വികാരാധിക്യത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ കലഹത്തിലോ പ്രശ്നത്തിലോ ഒക്കെ അവസാനിക്കാം. കുടുംബത്തിലോ തറവാട്ട് കുടുംബത്തിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ അല്ലെങ്കിൽ മറ്റു കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഒട്ടും ദോഷമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഭാഗികമായി ഇന്നത്തെ ദിവസം ധനുരാശിക്കാർക്ക് ഗുണകരം തന്നെയാണ്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ശാരീരികമായും മാനസികമായും ഇവർക്ക് ഊർജ്ജത്തെ സംഭാവന ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലകളിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്നു. ആലസ്യം മാറുന്നു. സാമ്പത്തികമായി ഉന്മേഷമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. സാഹസിക യാത്ര ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം ഗുണമായി കാണുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും അയൽപക്കവുമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇടയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിലെ സ്ത്രീകളുമായി, പുരുഷൻ നക്ഷത്രങ്ങളാണെങ്കിൽ സ്ത്രീകളുമായിട്ട് വളരെ സൂക്ഷിച്ച് ഇടപെടണം ഇന്നത്തെ ദിവസം. ചിലപ്പോൾ ജീവിത പങ്കാളിയുമായി വഴക്കുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ മാതാവിനോടോ മകളോടോ സഹോദരിയോടോ ലേഡി സുഹൃത്തിനോടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇടയാനുള്ളൊരവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മീനം രാശിയിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം തീർത്തും ഗുണകരമാണ്. തങ്ങളുടെ ശരീരത്തിന് അല്പമെങ്കിലും ആയാസം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറുന്നൊരു ദിവസമാണിന്ന്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കൂടുതൽ ഗുണം കിട്ടുന്ന ദിവസമാണ്. തങ്ങൾ കൊടുത്തിരുന്ന വായ്പ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു കിട്ടുന്നൊരു ദിവസം, അതായത് പലിശയടക്കം തിരിച്ചു കിട്ടുന്ന ദിവസമാണ്. അതുപോലെ തന്നെ മറ്റ് അപേക്ഷകളൊക്കെ ഇന്ന് സാധ്യമാവുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ എഴുത്ത് അല്ലെങ്കിൽ പ്രവർത്തനം ഇതെല്ലാം തന്നെ ഇന്ന് കൂടുതൽ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കാണുന്നു. ഇന്നത്തെ ദിവസം മീനം രാശിക്കാർക്ക് വളരെ ഗുണകരമാണ്. ഇതോടുകൂടി ഇന്നത്തെ രാശിഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.